രാത്രി നമ്മൾ ഒത്തിരി ലേറ്റ് ആയിട്ടാണ് കിടക്കുന്നത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഹെൽത്തി സ്ലീപ്പ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ശരിക്കും സംഭവിക്കുന്നുണ്ടാവുക? അപ്പം സയൻറ്റിഫിക്കലി നമ്മുടെ ബോഡിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളും അത് നമുക്ക് മാറ്റാനുള്ള കുറച്ച് ടിപ്സുമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പം നമ്മളെല്ലാവരും തന്നെ എന്തായിരിക്കും മിക്കവാറും ഉറങ്ങുന്നത് ഫോണൊക്കെ സ്ക്രോൾ ചെയ്ത് കുറേ ലേറ്റ് ആയിട്ടായിരിക്കും. ആൻഡ് ചിലപ്പോൾ നമുക്ക് അറിയുന്നുണ്ടാകും നമുക്ക് നാളെ നേരത്തെ എഴുന്നേൽക്കാനുണ്ട്, എന്നാൽ പോലും നമ്മളിങ്ങനെ ഫോണൊക്കെ സ്ക്രോൾ ചെയ്ത് വളരെ ലേറ്റ് ആയിട്ടായിരിക്കും നമ്മൾ കിടക്കുന്നുണ്ടാവുക. ആൻഡ് ഈ ഒരു സമയം അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ വളരെ മോശമായിട്ടാണ് ഇത് നിങ്ങളുടെ ബ്രെയിനിനെ, നിങ്ങളുടെ ഹെൽത്തിനെ, അതേപോലെ തന്നെ നമ്മുടെ ഹോർമോൺസിനെ ഇംബാലൻസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മളുടെ ബ്രെയിനിനെ എന്ത് ചെയ്യുന്നുണ്ട്, ബ്രെയിൻ ഫോഗ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ മെമ്മറീനെയും പ്രശ്നത്തിലാക്കുന്നുണ്ട്. അപ്പോൾ പല കുട്ടികളും ഈ പഠിക്കുന്ന പ്രായത്തിൽ പ്രത്യേകിച്ച് പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ് മെമ്മറി, അല്ലേ, ഓർമ്മക്കുറവ് എന്ന് പറയുന്ന കാര്യം. പഠിച്ചതൊന്നും തന്നെ ഓർമ്മ നിൽക്കുന്നില്ല. അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഉറക്കക്കുറവ് തന്നെയാണ്. അതായത് നമ്മൾ ഉറങ്ങുന്ന സമയത്താണ് നമ്മളുടെ ബ്രെയിന് നമ്മൾ അന്ന് ചെയ്ത കാര്യങ്ങളായിക്കോട്ടെ, നമ്മൾ പഠിച്ച കാര്യങ്ങളായിക്കോട്ടെ, ഇതെല്ലാം തന്നെ ഓർഗനൈസ് ചെയ്ത് തമ്മിൽ കണക്ട് ചെയ്ത് മെമ്മറി ഫോം ചെയ്യുന്നൊരു സമയം കൂടിയാണ് നമ്മളുടെ ഈ ഒരു ഉറക്കം. അപ്പോൾ നിങ്ങൾക്കത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആകെ മൊത്തം ഒരു മെസ്ഡപ്പ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരിക്കും. നമുക്കൊരു പ്രോപ്പർ മെമ്മറി ഫോം ചെയ്യാനോ ഒന്നും നടന്നിട്ടില്ല. അപ്പം നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ മറന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉറക്കം ഒന്ന് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ഓക്കെ, രണ്ടാമത്തത് നമുക്ക് ഉണ്ടാക്കുന്നതാണ് ഹോർമോണൽ ഇംബാലൻസ്. ഹോർമോണൽ ഇംബാലൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാകും മെലട്ടോണിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണിനെ കുറിച്ച്. നമ്മുടെ ബോഡിയിൽ ഒരു ബയോളജിക്കൽ ക്ലോക്ക് അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ഈ മെലട്ടോണിൻ. ഇത് രാത്രിയാവുന്ന സമയത്ത് ഡേ ലൈറ്റ് കുറയും, അല്ലേ, കാരണം സൺസെറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ രാത്രി സമയങ്ങൾ അല്ലെങ്കിൽ ഡേ ലൈറ്റ് കുറയുന്ന സമയത്ത് മെലട്ടോണിൻ്റെ പ്രൊഡക്ഷൻ കൂടും. അങ്ങനെ കൂടി നമുക്ക് രാത്രിയാകുമ്പോൾ എന്ത് ചെയ്യാണ്, നമുക്ക് ഉറക്കം വരികയാണ്. ആൻഡ് രാവിലെ ആവുന്ന സമയത്ത് ഡേ ലൈറ്റ് വരികയാണ്. അപ്പോൾ മെലട്ടോണിൻ്റെ പ്രൊഡക്ഷൻ കുറയും, നമ്മൾ എഴുന്നേൽക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ക്ലോക്ക് നമ്മുടെ ബോഡീൻ്റെ ഉള്ളിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ ഉറങ്ങാതിരുന്ന് കഴിഞ്ഞാൽ, അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഫോൺ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മളുടെ ബ്രെയിൻ എന്താണ് പെർസീവ് ചെയ്യുന്നത്, ലൈറ്റ് ഇങ്ങനെ പെർസീവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതും ബ്ലൂ ലൈറ്റ്. അപ്പോൾ ബ്രെയിൻ വിചാരിക്കും ഇത് ഡേ ടൈമാണ്, എന്നാൽ മെലട്ടോണിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടണ്ട, അപ്പോൾ നമുക്ക് വീണ്ടും ഉറക്കക്കുറവ് വരും. ഇത് നമ്മളിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ മെലട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ ബാലൻസ് തെറ്റും. രണ്ടാമതായിട്ട് കോർട്ടിസോൾ. ഈ കോർട്ടിസോൾ ആക്ച്വലി ഒരു സ്ട്രെസ് ഹോർമോണാണ്. ഇത് നമ്മളുടെ ഉറക്കക്കുറവ് ഉണ്ടാകുന്ന സമയത്ത് അത് പീക്കടിക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഭാഗമായിട്ടുള്ള സ്ട്രെസ്സും ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റിയും കാര്യങ്ങളുണ്ടാവും. ഓക്കെ, ആൻഡ് ഉറക്കക്കുറവ് നമ്മളെ ലീഡ് ചെയ്യുന്ന മറ്റൊരു കാര്യം കൂടിയാണ് മൂഡ് ചേഞ്ചസ്. നിങ്ങൾക്ക് ഇറഗുലർ ആയിട്ടുള്ള സ്ലീപ്പ് ഉണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ഈക്വൽ ടു നമ്മളുടെ ഇറഗുലർ ആയിട്ടുള്ള നമ്മുടെ ഇമോഷണൽ ബാലൻസ്. ഓക്കെ, നമ്മളുടെ ഇമോഷണൽ സ്റ്റെബിലിറ്റിയും അത്ര കറക്റ്റ് ആയിരിക്കില്ല. അപ്പം നമ്മൾ നല്ല രീതിയിൽ ഉറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം നിങ്ങൾ ഭയങ്കര എനർജറ്റിക് ആയിട്ട് നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ പറ്റില്ല. നിങ്ങൾ ഇമോഷണലി അൺസ്റ്റേബിൾ ആയിരിക്കും, നിങ്ങൾക്ക് ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ടുള്ളൊരു ഫീൽ ഉണ്ടാവും, ഒരു ഒട്ടും എനർജി ഇല്ലാത്തൊരു ഫീൽ ഉണ്ടാവും, ഭയങ്കര ക്ഷീണം ഫീൽ ചെയ്തിട്ടുള്ളവരെല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം ഇത് ഞാൻ പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് ഒരു പ്രോപ്പറായിട്ടുള്ള ഉറക്കം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം കഴിഞ്ഞു, അടുത്ത ദിവസം പോയി എന്ന് കരുതിയാൽ മതി. ഓക്കെ, ആൻഡ് അടുത്തൊരു കാര്യമാണ്, നമ്മളെല്ലാവരും സ്കിന്നിനെ കുറിച്ച് കൺസേൺഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. സ്കിന്നിന് വേണ്ടി എന്ത് ചെയ്യാം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അതിലാദ്യം നിങ്ങൾ ഫിക്സ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഉറക്കമാണ്. നിങ്ങളുടെ ഉറക്കം കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിന്ന് ഡള്ളായിരിക്കും. പോകെ അതൊരു പെർമനൻറ്റ് കണ്ടീഷനായിട്ട് മാറും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, കുറച്ച് ദിവസം നല്ല രീതിയിൽ ഉറക്കം കളഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഡാർക്ക് സർക്കിൾസ് ഉണ്ടാവും, അല്ലേ. അപ്പം നമ്മൾ സ്കിന്ന് ഹെൽത്തി ആക്കി വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഉറക്കത്തിലും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, ആദ്യം ഡൾനെസ് ആയിട്ട് വരും, പിന്നെ ഡാർക്ക് സർക്കിൾസ് ആയിട്ട് വരും, പിന്നെ നമ്മളുടെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ സ്കിന്നിൽ റിങ്കിൾസും ഒക്കെ ഉണ്ടാക്കാൻ, കാരണം സ്ട്രെസ് ഹോർമോണൊക്കെ പീക്കാവും. അപ്പോൾ നമുക്ക് സ്കിന്നിൽ ഈ റിങ്കിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനും കാരണമാവും. അപ്പം എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ഉറക്കം ലേറ്റാക്കുന്നത്? ഇതിൽ നിങ്ങൾക്ക് പല കാരണങ്ങളും പറയാനുണ്ടാവും എന്ന് എനിക്കറിയാം. അതിൽ നിങ്ങൾ പറയുന്ന കാരണങ്ങൾ ഞാനൊന്ന് സോർട്ട് ചെയ്ത് തരാം. ഒന്നാമത്തെ കാര്യം നിങ്ങൾ പറയുന്നത് ഫോൺ അഡിക്ഷനാണ്, അല്ലേ. നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകും. രണ്ടാമത്തെ കാര്യം സ്റ്റഡി പ്രഷറായിരിക്കും. കുറേ പഠിക്കാനുണ്ട്, രാത്രി ഇരുന്നാലേ ഇത് പഠിച്ച് തീർക്കുള്ളൂ. അങ്ങനെയുള്ളവരുണ്ട്, നൈറ്റ് ഔൾസ് ഉണ്ട്. പക്ഷേ അവരവരുടെ ഉറക്കം ബാലൻസ് ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, പക്ഷേ ഇങ്ങനെ സ്റ്റഡി പ്രഷർ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു മെജോറിറ്റി ആൾക്കാർ ശരിക്കും പഠിക്കുന്നുണ്ടോ അതോ ഫോണിലാണോ നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുന്നതെന്നുള്ളത് ഒന്ന് നോക്കാം.
മൂന്നാമത്തെ കാര്യമാണ് റിവെഞ്ച് ബെഡ് ടൈം പ്രൊക്രാസ്റ്റിനേഷൻ. ഇതെന്താണെന്നുള്ളത് ഓൾറെഡി നമ്മുടെ ചാനലിൽ നമ്മളൊരു ഷോർട്സ് ആയിട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ 3 കാരണങ്ങളാണ് മേജർലി എല്ലാവർക്കും തന്നെ ഉള്ളത്. ഇതല്ലാത്ത എന്തെങ്കിലും റീസൺസ് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ നമ്മൾ പ്രശ്നങ്ങളും കാരണങ്ങളൊന്നും പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല, നമുക്കിത് ഫിക്സ് ചെയ്യണം വേണ്ടേ. അപ്പോൾ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ഒന്നാമത്തെ കാര്യം, നമുക്ക് തന്നെ ഒരു ഗോൾ സെറ്റ് ചെയ്യാം. അതായത് ഞാൻ ഇത്ര മണിക്ക് എന്തായാലും ഉറങ്ങും. അതൊരു 10:30 ആവാം, ഒരു 11 മണിയാവാം. ഞാൻ ഈ സമയത്ത് ഉറങ്ങും, ഞാൻ ഈ സമയത്ത് എഴുന്നേൽക്കും. അങ്ങനെ ഒരു ഗോള് നമ്മൾ സെറ്റ് ചെയ്ത് നമുക്ക് തന്നെ കൊടുക്കാം. ഓക്കെ, ആൻഡ് അത് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം നോക്കുക. കാരണം പുതിയ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ എല്ലാവർക്കും ഈസിയാണ്, പക്ഷേ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഡിഫിക്കൾട്ട്. അപ്പം ഈ ഒരു കുഞ്ഞു കാര്യം നിങ്ങൾ ചെയ്ത് തുടങ്ങാം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഉറങ്ങുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും നിങ്ങൾ ഫോണ് ഉപയോഗം മാറ്റി നിർത്തിയിരിക്കണം. കാരണം നേരത്തെ പറഞ്ഞ ആൾ തന്നെയാണ് നമ്മളുടെ ഈ ഒരു ലൈറ്റ്, ഈ ഒരു ബ്ലൂ ലൈറ്റ് നമ്മളുടെ മെലറ്റോണിൻ പ്രൊഡക്ഷനെ ഇംബാലൻസ് ചെയ്യും. സോ ഉറങ്ങുന്നതിന് ഒരു ഹാഫ് ആൻ അവർ മുമ്പെങ്കിലും എന്ത് ചെയ്യുക, ഫോൺ മാറ്റി വെക്കുക. അതേപോലെ തന്നെ ഉറങ്ങുന്നതിന് ഒരു 1 hour ബിഫോറെങ്കിലും നിങ്ങളുടെ റൂമിൽ, നിങ്ങൾ കിടക്കുന്ന സ്ഥലത്തെ ആ ഒരു ലൈറ്റ് ഒന്ന് ഡിം ലൈറ്റ് ആക്കുകയാണെങ്കിൽ അത് നമ്മളുടെ മെലറ്റോണിനുമായിട്ടൊന്ന് ബാലൻസ് വരാൻ ഹെൽപ്പ് ചെയ്യും. ആൻഡ് അടുത്ത കാര്യം, നമ്മൾ പറഞ്ഞു ഉറങ്ങുന്നതിന് ഒരു ഹാഫ് ആൻ അവർ മുമ്പ് നമ്മൾ എന്തായാലും ഫോൺ മാറ്റി വെക്കുന്നു. പകരം നമുക്ക് എന്ത് ചെയ്യാം, എന്തെങ്കിലും ബുക്കൊക്കെ എടുത്തുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് വായിച്ച് കിടക്കാം. അതല്ലെങ്കിൽ നന്നായിട്ടൊന്ന് സ്ട്രെച്ച് ചെയ്ത് ഒന്ന് റിലാക്സ് ചെയ്ത് നമ്മൾ പതിയെ ഒന്ന് കണ്ണടച്ച് നമ്മൾ അന്ന് നടന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് നമുക്ക് കിടക്കാം. അതുമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ജേർണൽ ചെയ്യാം. അതായത് ഇപ്പം ഞാൻ പൊതുവേ ചെയ്യാറുള്ളത്, ഇങ്ങനെ ഒരു ബുക്ക് എൻ്റെ കയ്യിലുണ്ടാവും. അപ്പം എനിക്ക് നെക്സ്റ്റ് ഡേ എന്താണ് ചെയ്യാനുള്ളത് എന്നുള്ളത് ഞാൻ ലിസ്റ്റ് ചെയ്യും. അപ്പോൾ എന്താ നമുക്കൊരു ഗുണമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കവിടെ ഒരു മീ ടൈം കിട്ടുകയും ചെയ്യും. പിന്നെ നമ്മൾക്ക് നെക്സ്റ്റ് ഡേ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് ഓൾറെഡി ഈ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ള കാര്യത്തിൽ നമ്മൾ ഓൾറെഡി ഫിക്സ്ഡ് ആയിരിക്കും. അതായത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇനി എന്താ ചെയ്യാനുള്ളത്, ഇന്ന് എനിക്ക് എന്താ പഠിക്കാനുള്ളത്, അങ്ങനെ അല്ലാതെ എനിക്ക് രാവിലെ ഇത്രയും ചെയ്യാനുള്ളത്, നമുക്കൊരു ഗോളുണ്ട്, നമുക്കൊരു എയിമുണ്ട്. അപ്പോൾ അന്നത്തെ ഡേ നമുക്ക് വളരെ ആക്റ്റീവായിട്ട് എഴുന്നേൽക്കാൻ വേണ്ടി പറ്റും. ആൻഡ് ലാസ്റ്റത്തെ കാര്യം, നമ്മൾക്ക് ഫോണിൽ നമുക്ക് എന്ത് ചെയ്യാം, ബ്ലൂ ലൈറ്റ് ഫിൽറ്റേഴ്സ് ഉപയോഗിക്കാം. അതായത് നിങ്ങൾക്കത് ഫോണിൽ സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ ഞാനൊക്കെ ആണെങ്കിൽ ഞാനൊരു രാത്രി 8 മണി മുതൽ അടുത്ത ദിവസം രാവിലെ 7 മണി വരെ ഓട്ടോമാറ്റിക്കലി സെറ്റാണ്. എൻ്റെ ഫോണിൽ ആ ഒരു ലൈറ്റ് മോഡ് മാറും. ബെഡ് ടൈം മോഡാക്കി വെച്ചിട്ടുണ്ട്, ഡാർക്ക് മോഡാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ 2 ഓണാക്കി വെച്ചിട്ടുണ്ട്. ഡാർക്ക് മോഡും ഓണാക്കിയിട്ടുണ്ട്, ബെഡ് ടൈം മോഡും ഓണാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബ്രൈറ്റ്നസ് ഒക്കെ കുറച്ച് വയ്ക്കാം. ഇതൊക്കെ നിങ്ങളെ ആ ഒരു നല്ല സ്ലീപ്പിലേക്ക് ലീഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മൾ വിചാരിക്കും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളല്ലേ, അരമണിക്കൂർ ഫോൺ മാറ്റുക, റൂമിലെ ലൈറ്റ് മാറ്റുക, അല്ലേ, നമ്മൾ എന്ത് ചെയ്യാം, ഫോണിൽ കണ്ടീഷൻ മാറ്റുക, എന്തെങ്കിലും വായിച്ചു കിടക്കുക, ഒന്ന് റിലാക്സ് ചെയ്യുക. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്, പക്ഷേ വലിയ ചേഞ്ചസ് ഉണ്ടാക്കും. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനത്തെ സ്ലീപ്പ് ഇഷ്യൂസുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.